നമുക്ക് കാസർഗോട്ടേക്കൊന്ന് പോയി വരാം. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, കാസർഗോഡ് ഉണ്ണിത്താന് ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് 35,000-ഓളം വോട്ടുകൾക്ക് ഇപ്പോൾ ഉണ്ണിത്താൻ മുന്നിട്ട് നിൽക്കുകയാണ്. എന്താണ് അവിടെ ഉണ്ണിത്താൻ അനുകൂലമായി ഭവിച്ച ഘടകങ്ങൾ? ലിബി സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ 45,329 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 8 റൗണ്ടാണ് ഈ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടുള്ളത്. ഇനി ആകെ മൊത്തം 15 റൗണ്ടുകളാണുള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു 70,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഏതൊക്കെയായാലും രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനാർഹമായ ഒരു പോരാട്ടമായിരുന്നു. വലിയ മികച്ച രീതിയിലുള്ള പ്രചരണമായിരുന്നു കോൺഗ്രസ് ക്യാമ്പുകൾ നടത്തിയത്. അതുപോലെ തന്നെ LDF ക്യാമ്പും അത്തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു നടത്തിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധാവഹമായ കാര്യം ഈ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ML അശ്വിനി മികച്ച രീതിയിലാണ് ഇപ്പോൾ വോട്ട് പിടിച്ചിട്ടുള്ളത്. അവരും LDFനെ തൊട്ടു പിന്നിലായി തന്നെ, മൂന്നാം സ്ഥാനത്താണെങ്കിലും തൊട്ടു പിന്നിലായി തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധാർഹമായ കാര്യമാണ്. അതൊക്കെയാലും രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയത്തിലേക്ക് അടുക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 70,000-ന് മുകളിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ലിപി, കാസർഗോഡ് വ്യക്തമായ ലീഡോടെ ഉണ്ണിത്താൻ മുന്നിട്ട് നിൽക്കുകയാണ്. വിവരങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്.